ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ കുറച്ച് വൈകിയാണ് കേട്ടോ എണീറ്റിരിക്കുന്നത്. അലാം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മൊബൈൽ സൂര്യൻ എടുത്തിട്ട് പോയി. അവൻ രാവിലെ എണീറ്റ് പഠിക്കാൻ നേരത്തെ എന്തോ നെറ്റിൻ്റെ ആവശ്യം വന്നപ്പോൾ എടുത്തിട്ട് പോയി. എന്നിട്ട് അലാം അടിച്ചിട്ട് എന്നെ വന്നിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ അലാം അടിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ വിളിക്കുന്നത് എന്താ മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. വീണ്ടും ഞാൻ എണീക്കുന്ന കാണാത്ത വന്നിട്ട് വിളിച്ചിട്ട് ഇപ്പം ഞാൻ എണീറ്റത്. അപ്പോൾ കുറച്ച് വൈകി ഇപ്പോൾ കിച്ചണിലേക്ക് എത്താൻ. അപ്പോൾ പതിവ് പോലെ തന്നെ ആദ്യം ചോറ് വയ്ക്കുകയാണ്. അതിപ്പോൾ വർക്ക് ഏരിയയിലേക്കുള്ള വേറെ സിലിണ്ടർ ഇതുവരെ 2 ആഴ്ചയായിട്ട് കിട്ടിയിരുന്നില്ലല്ലോ. അതിപ്പോൾ 2 ദിവസം മുൻപ് വന്നു. ഇന്ന് ഗോതമ്പ് കൊണ്ടാണ് കേട്ടോ പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം ചൂടാക്കുകയാണ്. മൈദ കൊണ്ടുള്ള പൂരിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, എന്നാലും ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ. അതാണ് ഇന്ന് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് പൂരിയിലേക്കുള്ള കറിയിലേക്കുള്ള പൊട്ടറ്റോ ആണ്. മസാലക്കറി എന്ന് പറയും, പൂരി മസാല എന്നല്ലേ പറയുക. എനിക്കെന്തോ മസാലക്കറി എന്ന് പറയാനും തോന്നില്ല, എന്നാൽ പൂരി മസാല എന്നാണ് കറി, അങ്ങനെയാണല്ലോ ഒരു പറച്ചിൽ. ഇത് വേറെ എന്തോ പേരുണ്ട്, ബാജിന്നോ അങ്ങനെയൊക്കെ. എന്നാലും നമുക്ക് ഇവിടെ അങ്ങനെയാണ് പറയുക, മസാല എന്നാണ് പറയുക. മസാല എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഈ എന്താ പറയുക, മറ്റ് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള കറികളില്ലേ, അതല്ലേ എന്ന് തോന്നും. ഈ പൂരി മസാലത്തെ ഈ മസാലക്കറി ഞാൻ വേറെ വീഡിയോയിൽ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. എന്നാലും ഇതങ്ങ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവാം. സവാളയും പച്ചമുളകും അരിഞ്ഞതിൽ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അധികമൊന്നും വേണ്ട, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഇത് 3ഉം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക. ഒരുപാട് ഇങ്ങനെ റെഡ് കളറോ അങ്ങനെ അല്ല, എന്താ പറയുക, ഗോൾഡൻ കളറോ ഒന്നും ആവണ്ട. ചെറുതായിട്ടൊന്നും ഇങ്ങനെ വഴറ്റി ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതവിടെ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുമ്പളങ്ങക്കറിയാണ് വെക്കുന്നത്, മാങ്ങ ഇട്ടിട്ട്. അപ്പോൾ കുമ്പളങ്ങ അരിയാണ്. മാങ്ങയും കുമ്പളങ്ങയും ഇവിടെ ഉണ്ടായതാട്ടോ. 2 കൊല്ലം മാങ്ങ നേരത്തെ ഉണ്ടായി. തറവാട്ടിലുള്ളതാണ്. അത് സാധാരണ കുറച്ചുകൂടി കഴിഞ്ഞിട്ടല്ലേ മാങ്ങയൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇത് കുറേ നേരത്തെ തന്നെ, കുറച്ച് മാസം മുമ്പ് തന്നെ പൂത്ത് അതിൽ 2 കൊല്ലം നന്നായിട്ട് പിടിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ മാങ്ങ അത് പഴുത്താലൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ചിലപ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ പുഴു വരും. അപ്പോൾ ഇപ്രാവശ്യം അത് ആദ്യത്തെ മാങ്ങയല്ലേ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ പൊട്ടിച്ചത്, അത് കറിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊട്ടിച്ചതാണ്. ഇനി ഈ കഷ്ണത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പക്ഷേ ഇതിൽ ഞാൻ അറിയാതെ മാങ്ങ മുറിച്ചിട്ടിട്ടുണ്ട്. മാങ്ങ ഇപ്പം തന്നെ മുറിച്ചിടില്ല, കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞിട്ടാണ് മാങ്ങ ചേർക്കുക, അല്ലെങ്കിൽ മാങ്ങ വല്ലാണ്ട് ഉടഞ്ഞു പോകും. പക്ഷേ ഈ മാങ്ങ അത്ര ഉടയുന്ന ടൈപ്പ് അല്ലെങ്കിലും ഞാൻ മറന്നതാണ്. അതിൻ്റെ കൂടെ എന്തോ ഏട്ടൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് കുമ്പളങ്ങ നുറുക്കിയ കൂട്ടത്തിൽ മാങ്ങ എടുത്തിട്ടങ്ങ് നുറുക്കി ഇതിലിട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുക്കർ അടച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് അതിൽ മാങ്ങ നുറുക്കിയിട്ടിട്ടുണ്ടല്ലോ എന്ന്. പിന്നെ ഞാൻ അങ്ങനെ കിടക്കട്ടെ. എനിക്കാണെങ്കിൽ കഷ്ണങ്ങളൊന്നും ഒരുപാട് ഇങ്ങനെ വെന്തുടയുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇനിയിപ്പോൾ വേറെ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കറിയൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. മാങ്ങ അധികം ഉടയാത്ത കാരണം വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. അതിൽ കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പരിപ്പ് ആദ്യം വേവിക്കാത്ത ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് കുറച്ച് പെട്ടെന്ന് വേവുന്ന പരിപ്പ് ഇരിക്കുന്നുണ്ടെന്ന്. അത് കാരണം ഇതിൻ്റെ ഈ കുമ്പളങ്ങയുടെ കൂടെ തന്നെയാണ് പരിപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോഴേക്കും പൂരി മസാലക്കറീൻ്റെ ഉള്ളിയും പച്ചമുളകും ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങില്ലേ, അതൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് കടലപ്പരിപ്പും കൂടി ഇട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കടലപ്പരിപ്പ് സ്റ്റോക്ക് ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ കടുക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉഴുന്നും വേണമെങ്കിൽ ഇടാം, അതും ഇട്ടിട്ടില്ല ഞാൻ. ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, രണ്ടും കുറച്ച് മതി. എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം പിന്നെയും കുറച്ചുകൂടി വേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ പാകല്ലേ നോക്കി പിന്നെ ഇറക്കി വയ്ക്കാം. ഇനി കുമ്പളങ്ങക്കറിക്കുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് ഒരുവിധം വെജിറ്റബിൾ കറിയിലേക്കൊക്കെ ഈ കുമ്പളങ്ങ, വെള്ളരിക്ക, ചെരങ്ങ അങ്ങനെയുള്ള തേങ്ങ അരച്ച കറിയിലേക്കൊക്കെ ഇവിടെ നല്ല ജീരകവും ചെറിയ ഉള്ളി 1-2 ചെറിയ ഉള്ളി എടുത്താൽ മതി. 1 ടീസ്പൂണോളം, ഒരു ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ. കുറച്ച് നല്ല ജീരകം ഇട്ടിട്ടാണ് എപ്പോഴും അരയ്ക്കുക. അതൊരു സ്ഥിരമാണത്, കൂട്ട് അങ്ങനെയാണ് അതിലേക്ക്. പിന്നെ ഇതിലേക്ക് ഈ കറിയിലേക്ക് പച്ചമുളക് ഇടും. അത് നമ്മൾ കുമ്പളങ്ങ വേവിക്കാൻ വെക്കുന്ന സമയത്ത് പച്ചമുളക് ഒരു 3-4 പച്ചമുളക് ഇടുക, അല്ലെങ്കിൽ തേങ്ങ ചേർക്കണതിൻ്റെ മുൻപായിട്ട് പച്ചമുളക് ഇടുക, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ തേങ്ങയിൽ കൂടെ അരച്ചിട്ട് ചേർക്കാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല.
മുൻപ് ചെറിയ കുട്ടിയിരുന്ന സമയത്ത് ഞാൻ ഈ കുമ്പളങ്ങക്കറി കൂട്ടില്ല. കുമ്പളങ്ങക്കറി പറഞ്ഞാൽ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ കൂട്ടില്ല, അല്ല അതിന് പേര് മാറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കൂട്ടിക്കോളും. അപ്പോൾ അമ്മ അതിൻ്റെ പേര് മാറ്റിയിട്ടാണ് പറയുക. എന്താ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറയും. കുമ്പളങ്ങ പറഞ്ഞാൽ കുമ്പളങ്ങയും ചിരങ്ങയും ഈ രണ്ടും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറി ഞാൻ കൂട്ടില്ല. ഇഷ്ടമല്ല കുമ്പളങ്ങ അല്ലെങ്കിൽ ചിരങ്ങ ആ കറി. എന്നാൽ പക്ഷേ ഞാൻ ആ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ 2 കറിയും കൂട്ടും ചെയ്യും. അതെന്താ കാരണം എന്നറിയില്ല, പേരിനോടുള്ള പ്രശ്നമാണ് ഇത് തോന്നുന്നുണ്ട്. അവിടെ കുമ്പിടിയിലാണെങ്കിൽ എപ്പോഴും കുമ്പളങ്ങ ഒരുപാട് ഉണ്ടാവും. ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പറമ്പിലൊക്കെ ഇങ്ങനെ എന്താണ് കുമ്പളങ്ങയുടെ വള്ളിയൊക്കെ പിടിച്ച് അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, വെറുതെ ഇങ്ങനെ കാക്കയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുന്ന് കൊത്തിയിടില്ലേ, അതിൻ്റെ വിത്തൊക്കെ കൊടുന്നിട്ടിട്ട് അങ്ങനെ ഉണ്ടാവുന്നതാണ്. എന്നിട്ട് നിറച്ച് കുമ്പളങ്ങ ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് മുൻപ് അവിടെ ഇങ്ങനെ നമ്മളെ നാട്ടിൽ പറയുന്നതാണ്, ഇങ്ങനെ ചൂണ്ടി കാണിച്ചാൽ അത് ഉണ്ടാവില്ല, അങ്ങനെ ചൂണ്ടിയാൽ എന്ന് നമ്മളെ നാട്ടിൻ പുറത്തുള്ള ഒരു വിശ്വാസം പോലെയുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് അതിനിങ്ങനെ ചൂണ്ടിയിട്ട് ഓരോ വർത്തമാനം പറയും. അതാണ് കൊഴിഞ്ഞു നോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ ഇത് മുരിങ്ങയില കൊണ്ട് കറിയല്ല, ഉപ്പേരി വെക്കുകയാണ് കേട്ടോ. ഉപ്പേരി തോരൻ തേങ്ങയൊക്കെ ഇട്ടുള്ളതാണ്. തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തോരൻ എന്നാണ് പറയുക തോന്നുന്നുണ്ടല്ലേ, പക്ഷേ ഇവിടെ എക്കത്തിനും ഉപ്പേരിയാണ്. അത് അന്ന് കൊണ്ടുവന്നതാണ്, കുമ്പിടി പോയില്ലേ, അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇല അങ്ങനെ എടുത്തിട്ട് അത് സിപ്ലോ കവറിലാക്കി വെച്ചു. മറ്റേത് ആ തണ്ടോടൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു സാധനം, വലിയൊരു ഇതിങ്ങനെ ഇരിക്കണ പോലെ തോന്നില്ലേ, ഒരു ഫ്രിഡ്ജിൽ ഒതുക്കില്ലാത്ത പോലെ തോന്നുമല്ലേ. അപ്പോൾ ഞാൻ ഇലയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് സിപ്ലോ കവറിലാക്കി വെച്ചതാണ്. അതിൽ ഒരു പ്രാവശ്യം ഞാൻ അതുകൊണ്ട് കറി ഉണ്ടാക്കി, ബാക്കിയുള്ളതാണിത്. ഇതിൽ സാധാ പോലെ തോരൻ വയ്ക്കുന്നത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് മുരിങ്ങയില ഇട്ടിട്ട് പിന്നെ അതിൽ തേങ്ങയിൽ കുറച്ച് നല്ല ജീരകം ചെറിയ ഉള്ളിയും ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ പൂരി ഉണ്ടാക്കട്ടെ. ഇന്ന് ഗോതമ്പിൻ്റെ പൂരിയാണല്ലോ, അതാണ് ഞാൻ തിളയ്ക്കാറായ വെള്ളം ഒഴിച്ചത്. മൈദയിൽ പിന്നെ പച്ചവെള്ളം ഒഴിച്ചാൽ മതിയല്ലോ. മൈദ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും പൂരി നന്നായിട്ട് പൊള്ളച്ചിട്ട് തന്നെ വരും. പക്ഷേ ടേസ്റ്റിൽ ഇവിടെ ഇഷ്ടം മൈദ ആയതുകൊണ്ടാണ് മൈദ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുമ്പോൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കണമെങ്കിൽ ഒഴിക്കണം അത്ര തന്നെ വെള്ളം ഒഴിക്കരുത്, കുറച്ച് അത്ര വെള്ളം ഒഴിക്കാതെ കുറച്ച് കട്ടിയിലിരിക്കണം മാവ്. പിന്നെ പരത്തുമ്പോഴും അതെ, ചപ്പാത്തി ഉണ്ടാക്കണ അത്ര കനം കുറച്ചിട്ട് ഉണ്ടാക്കരുത്, കുറച്ചുകൂടി ഇത്തിരി കൂടി കനം വേണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ നന്നായിട്ട് പൊള്ളയ്ക്കും. പിന്നെ അതേപോലെ നല്ല എന്താ പറയുക, തീ നന്നായിട്ട് ഇങ്ങനെ കത്തുന്നതിൻ്റെ സമയത്ത് ഇട്ട് കൊടുക്കണം. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിടരുത്, നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കും വേണം. ഞാൻ പിന്നെ ആ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ പപ്പടം കൂടി അങ്ങ് കാച്ചെടുത്തതാണ്. വെളിച്ചെണ്ണ അങ്ങനെ അധികം കളയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ നമ്മൾ മലയാളികൾക്ക്. അപ്പോൾ അതിൽ വേഗം പപ്പടം കൂടി കാച്ചെടുത്തതാണ്. അതിൽ പപ്പടക്കൂടി ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ഒരു 1-2 സ്പൂണും വെളിച്ചെണ്ണ പിന്നെ ബാക്കി ഉണ്ടാവുള്ളൂ. സൂര്യൻ പൂരിയുടെ ആദ്യത്തെ കഷ്ണം വായിലിട്ടപ്പോൾ തന്നെ ചോദിച്ചു, ഇത് മൈദ അല്ലല്ലോ, ഇത് ആട്ടയാണോ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്നിട്ടൊരു ഡയലോഗ്, എനിക്ക് ഒറിജിനൽ പൂരി അടുത്ത ദിവസം തന്നെ ഉണ്ടാക്കി തരണം കേട്ടോ. ഈ ഒറിജിനൽ പൂരി എന്താ, മൈദ കൊണ്ടാണ് അവ ഉദ്ദേശിക്കുന്നത് ഈ ഒറിജിനൽ പൂരി എന്നുള്ളത്. ഈ ആട്ട കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലാത്ത പോലൊന്നുമില്ല, പക്ഷെ അവനെന്താ അറിയില്ല, അവന് മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു ഇഷ്ടം കൂടുതൽ. പിന്നെ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്, മൈദ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ പൊള്ളച്ചിട്ട് ഉണ്ടെങ്കിൽ അത് കുറേ നേരത്തിന് അങ്ങനെ ഇരിക്കും, ആ പൊള്ളച്ച് അങ്ങനെ തന്നെ ഇരിക്കും. ആട്ട കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് നന്നായിട്ട് പൊള്ളച്ച് വരും, പക്ഷേ കഴിക്കാൻ അങ്ങനെ കുറന്ന് ഇവിടെ വെച്ച് കഴിക്കാൻ എടുക്കുമ്പോഴേക്കും അത് ഒന്നിങ്ങനെ അമർന്നിട്ടുണ്ടായിരിക്കും, ആ പൊള്ളപ്പൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അത് മാത്രമേ അതിനൊരു വ്യത്യാസം. പിന്നെ ഒരു ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ എല്ലാവർക്കും മൈദേൻ്റെ ഉള്ളൊരു രുചിയാണ് ഇഷ്ടം. സൂര്യൻ ഇന്ന് ചോറ് കൊണ്ടുപോകണ്ട, അവന് ഒരു നേരമാണ് എക്സാം ഉള്ളത്. അപ്പോൾ അവൻ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ പോയി. ഇനി ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ ഞാൻ ഏട്ടനുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ഇത് ബാക്കിയുള്ള കറികളൊക്കെ പാത്രത്തിലാക്കി മാറ്റി വയ്ക്കുകയാണ്. ഇതിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണ് ഫുഡ് ഇങ്ങനെ ബാക്കി വരുന്ന ഫുഡൊക്കെ എടുത്ത് വയ്ക്കുന്ന, കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ ഒതുക്കി വെക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. ഏതായാലും ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള ആൻസറായിട്ട് എടുത്താൽ മതി. ഞാനിങ്ങനെ കാണാൻ ഭംഗിയുള്ള ഗ്ലാസിൻ്റെ പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതിലേക്ക് മാറ്റി വയ്ക്കും ഫുഡ്. എന്നിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ വയ്ക്കും. കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെക്കണോണ്ട് എന്താ,
നല്ല ഒതുക്കിയിട്ട് നല്ല ഭംഗിയിലുള്ള പാത്രങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗിയല്ലേ. കൗണ്ടർ ടോപ്പിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ പരത്തിടാഞ്ഞാൽ മതിയല്ലോ. ഇപ്പം ആകെ എന്തൊക്കെയാണ് നമുക്ക് സദ്യ ദിവസമല്ലേ കുറേ കറിയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കറി ഉണ്ടായിരിക്കും, ഉപ്പേരി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വറവ് എന്തെങ്കിലും ഉണ്ടായിരിക്കും, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അത് ആ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഭംഗിയിലുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഏട്ടൻ പോയ ഉടനെ തന്നെ ഞാൻ വേഗം മുറ്റടിക്കാൻ ഇറങ്ങിയതാണ്. നല്ല വെയിൽ വന്നു. ഇപ്പോൾ വേഗം വെയിലും വരുമല്ലോ. വെയിൽ നല്ല അങ്ങ് കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തലവേദനയായി. അല്ലെങ്കിൽ ഞാനിങ്ങനെ എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തലവേദന വരുന്ന ആളാണ്. അപ്പോൾ പിന്നെ വെയിലും കൂടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പെട്ടെന്ന് തലവേദന വരും. അതുപോലെ ഇതിൽ കുറേ പേരുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, എങ്ങനെയാണ് ഷോർട്ട് വീഡിയോയിൽ പാട്ട് വെക്കുന്നത്, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ എങ്ങനെയാണ് വെക്കുന്നത്, എഡിറ്റിംഗ് വീഡിയോ എടുക്കുന്നത് ആരാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെ ഷോർട്ട് ഇടുന്നത് എന്നൊക്കെ, അല്ല ഷോർട്ടിൽ പാട്ട് ഇടുന്നത് എന്നൊക്കെ കുറേ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇടാൻ, കുറേ ടൈപ്പ് ചെയ്യാൻ കുറേ ടൈപ്പ് ചെയ്യാൻ വയ്യ, കുറേ പേര് ഇങ്ങനെ ചോദിക്കുമ്പോഴേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇതിൽ കൂടെ അങ്ങ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആരോ ചോദിച്ചതിൽ വേറൊരാൾ റിപ്ലൈയും കൊടുക്കുന്ന കണ്ടിരുന്നു, ക്രോമെന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി എന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എങ്ങനെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യില്ലേ ഇതിൽ യൂട്യൂബിൽ, അപ്പോൾ അതിൽ നിന്ന് തന്നെ പാട്ടുകൾ സെലക്ട് ചെയ്യുക. അതിൽ കുറേ സജഷൻസ് ഉണ്ടായിരിക്കും. എല്ലാവരും എടുക്കുക പുതിയ പാട്ടുകളാണ്. അതാണ് എല്ലാവർക്കും ഒരു സംശയം, ഈ പഴയ പാട്ടുകൾ എങ്ങനെ വേറെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുന്നതാണോ എന്നൊക്കെ സംശയം വരാൻ കാരണം അതാണ്. എല്ലാ പാട്ടുകളും ഒരുവിധം, എല്ലാ പാട്ടുകളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊന്നും തിരഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. ഒരുവിധം പാട്ടുകളൊക്കെ ഇതിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ ആ ലൈൻ അടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ആദ്യത്തെ വരി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാട്ട് വരും. നമ്മളിപ്പോൾ മറ്റേ പുതിയ പാട്ടുകൾ എങ്ങനെ ഇട്ട് കൊടുക്കുക, ഇതേപോലെ തന്നെ അല്ലേ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ പാട്ടുകളിൽ അതിലിങ്ങനെ സജഷൻ ഓൾറെഡി ചിലപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പാട്ടുകളുടെ സജഷനാവും വരിക. അപ്പോൾ നമുക്ക് അതിന്ന് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണെങ്കിൽ അതിൻ്റെ 2 ലൈനൊന്നും വേണ്ട, ആദ്യത്തെ ഒരു കുറച്ചങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പാട്ടുകൾ വരും. അങ്ങനെ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാം. കോപ്പിറൈറ്റ് വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ കോപ്പിറൈറ്റ്സ് ഒന്നും വരില്ല. ഇതിന്ന് യൂട്യൂബിൽ നിന്നുള്ളതാണല്ലോ. പുറത്തുനിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ്സ് പ്രോബ്ലംസ് ഒക്കെ വരും. അത് മുഴുവൻ പറയാൻ പറ്റില്ല, കോപ്പിറൈറ്റ്സ് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതെനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പുറത്തുനിന്നുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള രീതി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ യൂട്യൂബിൽ അതായത് യൂട്യൂബിൽ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ വീഡിയോ എടുത്തു തരുന്നത് ആരാണ്? വീഡിയോ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ട്രൈപോഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. സൂര്യൻ്റെ ഹെൽപ്പ് മുൻപ് ഉണ്ടായിരുന്നു കേട്ടോ. ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാനപ്പോൾ അത്ര വീഡിയോ എടുക്കലൊന്നും അത്ര പരിചയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാളുടെ കൂടി ഹെൽപ്പിലായിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിരുന്നത്. അന്നും ഞാനത് ലോങ് വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക. അതാണ് കുറച്ചുകൂടി സൗകര്യം. അപ്പോൾ വേറൊരാളെ ബുദ്ധിമുട്ടിക്കാൻ, അവരുടെ കൂടി ടൈം വെറുതെ കളഞ്ഞ് അങ്ങനെ എപ്പോഴും നമുക്കൊരാളെ അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ അങ്ങനെ ശീലമാവുകയാണ് നല്ലതെന്ന് വെച്ചിട്ട് ആദ്യമേ ലോങ് വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുത്തെടുത്ത് അങ്ങോട്ട് ശീലമായി. അപ്പോൾ അത് പിന്നെ ഈസിയായി. അപ്പോൾ പിന്നെ വേറൊരാൾ അത് ചെയ്യുമ്പോഴായി എനിക്ക് ബുദ്ധിമുട്ട്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലാണ്ട് ഇപ്പോൾ ഷോർട്ട് വീഡിയോ അങ്ങനെ തന്നെ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഇപ്പോൾ വേറൊരാളുടെ ഹെൽപ്പിൻ്റെ ആവശ്യം തോന്നില്ല. നമുക്ക് തന്നെ അത് ചെയ്തങ്ങ് പോവാവുന്നതേ ഉള്ളൂ എന്ന് തോന്നും. പിന്നെ കുറേ നേരം എടുക്കും, ബുദ്ധിമുട്ടാണ്. പല ആംഗിളിൽ കൊണ്ടിങ്ങനെ വെക്കണം, ട്രൈപോഡ് ഇങ്ങനെ അവിടെ കൂടെ കൊണ്ടുവയ്ക്കണം, നമ്മൾ അതിൻ്റെ മുന്നേക്ക് വീണ്ടും ഓടി വരണം, അത് കഴിയുമ്പോൾ വീണ്ടും ഓടിപ്പോയി ഓഫാക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചോദ്യമാണ്, ട്രൈപോഡ് എത്ര എണ്ണം യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാമറ എത്ര എണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. ക്യാമറയും ട്രൈപോഡൊക്കെ ഒരെണ്ണമേ ഉള്ളൂ. ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ പല ആംഗിളിൽ നിന്ന് ഒരേ ഷോട്ട് തന്നെ പല ആംഗിളിൽ നിന്ന് എടുക്കുന്ന കാരണം തോന്നുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ഒന്ന് വീഡിയോ എടുക്കുമോ, അതായത് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനത്തെ വീഡിയോകളുണ്ടല്ലോ, നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ എടുത്തിട്ട് ഇടുന്നത്. അത് മാത്രം ഇപ്പോൾ ചോദിക്കരുത്. എൻ്റെ അടുത്ത് ഒരു ക്യാമറയുള്ളൂ. അത് ചെയ്യണമെങ്കിൽ 2 ക്യാമറയും 3 ക്യാമറ ഒക്കെ വേണം, യൂസ് ചെയ്യാൻ പറ്റണം. അതിപ്പോൾ ഏട്ടൻ്റെ ക്യാമറ അല്ല ഏട്ടൻ്റെ മൊബൈൽ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല. അവർ രാവിലെ ഷോപ്പിൽ പോകണതല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഒരു സമയമില്ല. അത് കാരണം കൊണ്ടാണ് അത് അങ്ങനത്തെ ഒരു വീഡിയോ ഇടാത്ത. ഞാൻ ചെയ്യുന്ന വീഡിയോ എങ്ങനെ അങ്ങനെയുള്ള വീഡിയോകൾ കാണാറുണ്ട് ഞാൻ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും 2 ക്യാമറ ഒക്കെ ആവണ സമയത്ത്, 2 ഫോണൊക്കെ എനിക്ക് വേണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുക അങ്ങനെയുള്ള വീഡിയോസ്.
പിന്നെ കുറേ പേരുടെ സംശയമാണ് വേറെ ജോലിക്ക് എന്താ ട്രൈ ചെയ്യാത്തത്, വേറെ ജോലിക്ക് പോകുന്നുണ്ടോ അങ്ങനെയുള്ളത്. ഞാനിതിൽ Q&A കൂടെ പറഞ്ഞതാണ് ഞാൻ ഇത് തന്നെ ഒരു ജോലിയായിട്ട് എടുത്തിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോഴും ചിലപ്പോൾ ഇതൊരു ജോലിയായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആ സംശയമാണോ അതോ ഇനി അത് കാണാനായിട്ടുള്ള ഞാൻ ആ Q&A ചെയ്തത് കാണാത്ത ആൾക്കാരാണോ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ഇതൊരു ജോലിയായിട്ട് എടുക്കാം നമുക്ക്. അതായത് ഞാനിപ്പോൾ വേറെ ജോലിക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഇത്രയും എന്താ പറയുക, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് എനിക്കിതിൽ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് എനിക്ക് വേറൊരു ജോലിക്ക് പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ടായിരിക്കും പോവുക. പിന്നെ അത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലായിരിക്കും എൻ്റെ വർക്കൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഇതേപോലെ വീഡിയോ എടുക്കലും എഡിറ്റിംഗ് ഒന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോഴേക്കും എൻ്റെ തലയിൽ അത് മാത്രമായിരിക്കും. പിന്നെ അത്രയും നേരം കമ്പ്യൂട്ടറിലൊക്കെ നോക്കി വന്നിട്ട് ഒരു 8 മണിക്കൂറൊക്കെ ജോബ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്തിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കലും അത് എഡിറ്റ് ചെയ്യലും ഒന്നും നടക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ച്. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ തലയും കണ്ണും അതിന് സമ്മതിക്കില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കൽ, ഷോർട്ട് എടുക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് സമയം വേണം. നമ്മൾ വേറൊരു ജോലിക്ക് പോയി തിരിച്ചു വന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടുന്നതിലൊക്കെ അത്രയ്ക്ക് സ്ഥിരമായിട്ട് ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്തായാലും ഞാനാണ് അങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഈ വീഡിയോ ഇടലൊന്നും ഉണ്ടാവില്ല. രണ്ടും കൂടിയൊന്നും എനിക്ക് നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തലയും കണ്ണും അതിന് സമ്മതിക്കില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അവരൊക്കെ നല്ല എന്താ പറയുക, അത്രയും കഴിവുള്ള ആൾക്കാരാണ്. UAE ആവുന്ന സമയത്ത് ഞാനിത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ വീഡിയോയിൽ. പക്ഷേ ആ വീഡിയോയ്ക്ക് വ്യത്യാസമുണ്ട്. അത് കുക്കിംഗ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ വ്ളോഗ് എടുക്കണതിൻ്റെ അത്ര ടൈമൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 2-3 മിനിറ്റിനുള്ള വീഡിയോസ് അല്ലേ ഉണ്ടാവുള്ളൂ, അത്രയല്ലേ ചെയ്യണ്ടു. അന്നാണെങ്കിൽ സൂര്യൻ കുറേ ഹെൽപ്പ് ചെയ്യായിരുന്നു കേട്ടോ. എന്നെ എഡിറ്റിംഗ് പഠിപ്പിച്ചത് അവനാണ്. അവൻ ഈ യൂട്യൂബിൻ്റെ ഈ ഒരു വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യത്തിന് അവൻ ആദ്യം എഡിറ്റിംഗ് ആപ്പുകളൊക്കെ തപ്പിപ്പിടിച്ച് അവൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തിട്ട് എന്നെ പഠിപ്പിച്ചതാണ്. അവൻ അന്ന് 6ലാണ് പഠിക്കുന്നത്. അതെ. അപ്പോൾ അന്നത്തെ ആ കുക്കിംഗ് രീതി അങ്ങനത്തെ തരം വീഡിയോ അല്ലല്ലോ, ഇത് വ്ളോഗല്ലേ. അപ്പോൾ ഇതിന് ഒരുപാട് സമയം വേണം. പിന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഇതിനായിട്ടിരിക്കുമ്പോൾ പലർക്കും ഇങ്ങനെ എന്താ ഒരു സംശയം തോന്നുന്നുണ്ടായിരിക്കും, ആ ജോലി എന്തിനെ റിസൈൻ ചെയ്തു എന്നുള്ളതൊക്കെ. ഞാൻ ജോലി റിസൈൻ ചെയ്തത് ഒരു പ്രൈവറ്റ് ഫേമിൽ നിന്നാണ്, അല്ലാണ്ട് ഒരു ഗവൺമെൻറ് ജോലിയല്ലല്ലോ നമുക്ക് റിഗ്രറ്റ് ചെയ്യാൻ. അയ്യോ അന്ന് ഞാൻ ആ ജോലി റിസൈൻ ചെയ്തില്ല. ഇത് ജസ്റ്റ് ഒരു പ്രൈവറ്റ് ഫേം എന്നുള്ള ജോലിയാണ്. അങ്ങനെ റിഗ്രറ്റ് ചെയ്യാൻ മാത്രമുള്ള സംഭവമൊന്നുമില്ല. പിന്നെ യൂട്യൂബ് വരുമാനമൊക്കെ സ്ഥിരമാവുമോ, അവിടെ എന്തെങ്കിലും യൂട്യൂബിൽ അങ്ങനെ എന്തെങ്കിലും നിയമം വന്നാൽ അത് ജോലി അതിൽ നിന്ന് പിന്നെ പൈസ കിട്ടുമോ, അങ്ങനെ ഓരോരുത്തർക്ക് പല പല സംശയങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പ്രൊഫഷനാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതി. അങ്ങനെ നമുക്കിപ്പോൾ ഒരു പ്രൈവറ്റ് ഫേമിൽ നമുക്ക് എന്തൊരു ഉറപ്പിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അവിടുത്തെ ജോലി എപ്പോഴും വേണമെങ്കിൽ പൊക്കൂടെ, അല്ലെങ്കിൽ ആ പ്രൈവറ്റ് ഫേം തന്നെ പൂട്ടിപ്പൊക്കൂടെ, അങ്ങനെ എടുത്താൽ മതി. നമുക്കപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആണ്, നമുക്കൊരു പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്, നമ്മൾ പല സ്ഥലത്ത് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ജോലി ചെയ്യാവുന്നതേ ഉള്ളൂ. കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട്, പിന്നെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്. ഇനി അഥവാ എനിക്ക് അതുമല്ല ഇഷ്ടം, ഒരു ബിസിനസ് തുടങ്ങാനാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസും ഉണ്ട്, ഒരു ബിസിനസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്കും ഉണ്ട്. പിന്നെന്താ. പിന്നെ ഇത് ഞാൻ യൂട്യൂബിലേക്ക് വന്നിരിക്കുന്നത് 6 മാസത്തെ ഒരു ടൈം വെച്ചിട്ടാണ്. 6 മാസം കൊണ്ട് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വേറെ ജോലിക്ക് പോവുമായിരുന്നു. അപ്പോൾ കുറേ പേരുടെ സംശയങ്ങളൊക്കെ മാറി കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ എപ്പോഴേ മുടി കെട്ട് കളയുക പുറത്തിറങ്ങിയിട്ടാണ്. എനിക്ക് അകത്ത് നിന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാനൊന്നുമില്ല, പക്ഷേ അകത്ത് നിന്നിട്ട് മുടി കെട്ട് കളയുന്നതിനോട് വലിയൊരു ഇഷ്ടമല്ല. മുടിയൊക്കെ നിലത്ത് വീഴും, അതും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ നിലത്ത് വീഴില്ലേ. പിന്നെ അവിടെ നിന്ന് എല്ലാം ഇങ്ങനെ എടുക്കണം. അപ്പോൾ പിന്നെ മുടി പുറത്തിറങ്ങിയിട്ട് അങ്ങ് ക്ലീനാക്കി ഇങ്ങനെ കെട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അകത്തൊന്നും മുടി വീഴില്ലല്ലോ.
ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ തേക്കുന്നത്. ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എപ്പോഴൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട് ഇതിന്. സാധാ നമ്മൾ കുക്കിങ്ങിനൊക്കെ എടുക്കുന്ന വെളിച്ചെണ്ണല്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അങ്ങനെ സ്പെഷ്യൽ ഹെയർ ഓയിലോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ വേറൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ മുൻപ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ കാലം ഇങ്ങനെ വെളിച്ചെണ്ണ സൂക്ഷിച്ച് വെക്കാൻ കല്ലുപ്പ് ഇട്ടിട്ട് വെച്ചാൽ മതിയെന്ന്. അപ്പോൾ അത് വെളിച്ചെണ്ണ പിന്നീട് തലയിൽ തേക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, മുടി കൊഴിയില്ലേന്ന്. പക്ഷേ ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് ഇനി ഉപയോഗിക്കാൻ പേടിയുള്ളവർക്ക് ഇനി തലയിൽ തേക്കൊന്നും വേണ്ട. ഞാൻ ആ വെളിച്ചെണ്ണയാണ് തേച്ചിരുന്നത്. എൻ്റെ മുടിക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല, കൊഴിച്ചിലൊന്നും വന്നിട്ടില്ല. ഇനി സൂര്യൻ വരുന്നവരെ കുറച്ച് എഡിറ്റിംഗ് വർക്ക് ഉണ്ട് ഒരു ഷോർട്ട് വീഡിയോൻ്റെ. ഡോറ് തുറന്നിട്ട് ആദ്യം ചോദിക്കുന്നത് തന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അതിങ്ങനെ അറിയാനൊരു ഇതുണ്ടാവുമായിരിക്കുമല്ലോ, എക്സാം എളുപ്പമായിരുന്നോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ഞാനും ഏട്ടനും അതെ, അവനങ്ങനെ ഫുൾ മാർക്ക് കിട്ടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടിങ്ങനെ സ്ട്രെസ് കൊടുത്തിട്ടില്ല കേട്ടോ. ചെറുപ്പത്തിലേ ഇല്ല, തീരെ ചെറിയ കുട്ടിയിലേ ഇല്ല. അവൻ ചെറുപ്പത്തിൽ അങ്ങനെ എന്താ പറയുക, ക്ലാസ്സിൽ ഫസ്റ്റോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അത് ഞങ്ങൾക്കും അങ്ങനെ ക്ലാസ്സിൽ ഫസ്റ്റ് ആവണമെന്നോ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അങ്ങനെ പറഞ്ഞ് ഫസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞ് നിർബന്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്ക് എവിടെയൊക്കെ കുട്ടികൾ ഫസ്റ്റ് ആവണം എന്നൊക്കെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവനെപ്പോഴും തീരെ മോശമാവരുത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു മിഡിലായിട്ട് ഇങ്ങനെ നിൽക്കണം, തീരെ മോശമാവരുത്, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി പറഞ്ഞില്ലേ, അതിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് വന്നില്ലേ, എന്താണ് കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വരാനോ അല്ലെങ്കിൽ ഉള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ അങ്ങനെയുള്ള ഒരു ടെസ്റ്റ് നടത്തിയല്ലോ, ഈ ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്നുള്ളത്. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇരുന്നിരുന്ന ഒരു ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്കിനി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ, ഇനി ഇത്ര കണ്ടിട്ട് അങ്ങനത്തെ ഒരു സ്റ്റേജ് കടന്നു വന്നതാണ്. അന്ന് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ഒന്നും വരുത്തരുതേ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ ഒരു അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞിനെ തരണേ എന്നൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ അറിയില്ല, അങ്ങനെയൊക്കെ ഉള്ള കാരണം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അവനെ നീ അത്രയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതല്ലേ, അതുകൊണ്ട് എനിക്കങ്ങനെ അവനെ എന്താ പറയുക ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് നിർബന്ധിക്കാനും എനിക്ക് അതെന്തോ ഞാൻ ദൈവത്തിനോട് ഇത്രേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. കേടുപാടുകളൊന്നും ഇല്ലാണ്ട് ഒരു കുട്ടീനെ തരണം, അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞിനെ തരണം, ബുദ്ധി ഒക്കെ ഒന്നും അങ്ങനെ ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ, അതൊന്നും ഇല്ലാത്തൊരു കുഞ്ഞിനെ തരണം എന്നാണ് പ്രാർത്ഥിച്ചത്. അത് കാരണം അതിങ്ങനെ ഓർമ്മയിൽ വരും. പ്രാർത്ഥിച്ചതിലപ്പുറം എനിക്കിനി ഇപ്പോൾ കിട്ടിയതിലപ്പുറം എനിക്കിനി ഒന്നും വേണ്ട എന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ അവൻ പല സബ്ജക്റ്റിലും ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവനങ്ങനെ എന്താ പറയുക ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഫുൾ മാർക്ക് വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചോറുണ്ടലൊക്കെ കഴിഞ്ഞു, പാത്രങ്ങളൊക്കെ കഴുകി വെക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം അവൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും സമയം. പിന്നെ കുറച്ച് എൻ്റെ നേരത്തെ എഡിറ്റിംഗ് എൻ്റെ തീർന്നിട്ടില്ല. എനിക്ക് ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഒരുപാട് നേരം എനിക്ക് എഡിറ്റിങ്ങിന് സമയം എടുക്കും. എഡിറ്റ് ചെയ്തിട്ട് അതങ്ങോട്ട് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എനിക്ക് അതിൻ്റെ മുകളിൽ. ആ ഒരു പാട്ടൊക്കെ സിങ്കായിട്ട് വരണം. അപ്പോൾ ആ പാട്ട് ഏകദേശം ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ എഡിറ്റിങ്ങിൽ അതങ്ങ് സിങ്ക് ആവാത്ത പോലെ തോന്നും. അപ്പോൾ വീണ്ടും എടുത്ത് എഡിറ്റ് ചെയ്യും. അങ്ങനെ കുറേ നേരം എടുക്കുമ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഒന്ന് പബ്ലിക് ആക്കാൻ പറ്റും. അങ്ങനെ ഷോർട്ട് വീഡിയോ ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്, പാട്ടൊക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാട്സപ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ള മെസ്സേജുകളും ഒക്കെ നോക്കുന്നത് ഈ സമയത്താണ്. ഞാൻ എപ്പോഴും അങ്ങനെ എടുത്ത് നോക്കില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കില്ലേ, അപ്പോഴാണ് ഇതൊക്കെ ഒന്ന് നോക്കലും മെസ്സേജ് അങ്ങോട്ട് റിപ്ലൈ കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ളതൊക്കെ യൂസ് ചെയ്യുന്ന സമയം ഒക്കെ ഇങ്ങനെയുള്ള ഫ്രീ ആയിട്ടുള്ള ടൈമിൽ പിന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കാണും, പലരുടെയും വീഡിയോസൊക്കെ ഇരുന്ന് കാണും. അങ്ങനെയൊക്കെയുള്ള സമയം ഇങ്ങനെ ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെയാണ്. ഉറങ്ങാറില്ല, ഉച്ചയ്ക്കൊന്നും ഞാൻ കിടന്ന് ഉറങ്ങാറില്ല. ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷീണം കൂടുകയുള്ളൂ.
നിങ്ങൾക്കും തോന്നാറില്ലേ ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങിയാലേ ഉറങ്ങി എണീറ്റിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ രാവിലെയാണോ രാത്രിയാണോ എന്നുള്ളൊരു സംശയമൊക്കെ അങ്ങ് വരില്ലേ? ആകെ ഒരു ബോധമില്ലാത്ത പോലെയോ എന്തോ ഒരു പോലെ തോന്നും. പിന്നെ ചെയ്യുന്ന ആകെ ഒരു മൂടി പിടിച്ച പോലെയാണ്. മനസ്സും മുഖവും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഒക്കെ ഒന്ന് ശരിയായിട്ട് വരണമെങ്കിൽ കുറേ നേരം എടുക്കും. ആ നേരം പിന്നെ രാവിലെയാണ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് ഉറങ്ങി എണീറ്റാൽ നല്ല ഫ്രഷ് ആയിരിക്കും. പക്ഷേ ഈവനിങ്ങിൽ അങ്ങനെയല്ല, ഉച്ചയ്ക്കൊന്നും കിടന്നുറങ്ങി അങ്ങനെയല്ല, അത് നേരെ തിരിച്ചാണ്. ആ ഫ്രഷ്നെസ് അങ്ങ് പോയി കിട്ടും. ഇത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്, കുടിക്കാനുള്ള വെള്ളം നമ്മൾ ദാഹശമനി ഇട്ടിട്ട് തിളപ്പിക്കില്ലേ, അതിന് വേണ്ടിയിട്ട് മോട്ടർ അടിച്ചിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം എടുക്കുക ചെയ്യുക, ടാങ്കിലേക്ക് കയറുന്നതിന് മുൻപ്. അതാണ് 2 ടാപ്പ് ഈ വർക്ക് ഏരിയയിലുള്ള സ്ഥലത്ത് ഇങ്ങനെ 2 ടാപ്പ് വെച്ചിരിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് വെള്ളം കിട്ടും, മോട്ടർ അടിക്കുമ്പോൾ കിണറിൽ നിന്നുള്ളത് ഡയറക്റ്റ് വെള്ളം കിട്ടുന്നത്. ആ വെള്ളം എടുത്തിട്ടാണ് തിളപ്പിക്കാൻ വെക്കുന്നതും. പിന്നെ അകത്ത് ഞാൻ ആ ഒരു ഗ്ലാസിൻ്റെ ഒരു ജാർ വെച്ചിട്ടില്ലേ, വെള്ളം എടുക്കുന്നത് ഐക്യേൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് അതിലും ഇങ്ങനെ വെള്ളം ഈ സമയത്താണ് വെള്ളം എടുത്ത് വെക്കുക. ഈ മോട്ടർ അടിക്കുന്ന സമയത്ത് ഉള്ള വെള്ളമാണ് എടുത്ത് വെക്കുക കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇത് കുറേ പേര് ചോദിക്കാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഇട്ടും കാര്യമില്ല. ഇതും ഈ ഫ്ലാസ്കും ഐക്യയുടെയാണ്. ഇതൊക്കെ ഞങ്ങൾ ബാംഗ്ലൂർ ഐക്യ പോയിട്ട് വാങ്ങിച്ചതാണ്. ഓൺലൈന് അവർക്ക് ഇവിടെ കേരളത്തിലേക്ക് ഇല്ല. അപ്പോൾ ലിങ്ക് തരുമോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. കുറച്ച് പേരുടെ അടുത്തൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇതിലിങ്ങനെ ഐക്യയിൽ ഇങ്ങനെ ഡെലിവറി ഇല്ലാത്ത കാരണമാണ്. എന്നാലും ഞാൻ ലിങ്ക് ചിലപ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. റേറ്റ് കൂടുതലാണ്. ഐക്യന്ന് വാങ്ങിക്കുന്ന റേറ്റേ അല്ല, ഒരുപാട് റേറ്റ് കൂടുതലാണ്. കാരണം ഇത് ഐക്യ അതിൽ ആമസോണിലൊരു സെല്ലറല്ല, വേറൊരു പാർട്ടി എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ അതിൻ്റെ മുകളിൽ നല്ല ലാഭം റേറ്റ് കൂട്ടിയിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നാളേക്കില്ല ഇഡ്ലിക്കില്ല അരി ഉഴുന്ന് അരച്ചേക്കാൻ പോവാണ്. ഞാനിങ്ങനെ കുതിർത്തിടുന്ന സമയത്ത് തന്നെ കഴുകിയിട്ട് തന്നെയാണ് ഇടുക. പക്ഷേ ചിലർ പറയും ഇഡ്ഡലിയൊക്കെ നന്നാവാൻ ആ കുതിർത്ത വെള്ളം തന്നെ നമുക്ക് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ ശരിയാവില്ല, അത് എടുക്കണം എന്ന് എനിക്ക് തോന്നില്ല, അത് കളയാനേ തോന്നുള്ളൂ. എന്താണെന്നറിയില്ല, അതെല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് എന്തോ ഒരു തോന്നലൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ആ വെള്ളം നന്നായിട്ട് കഴുകി ഒക്കെ കളയും ഞാൻ, ആ കുതിർത്തിട്ടുള്ള വെള്ളമൊക്കെ. എന്തിനാ അറിയില്ല. അതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് യൂസ് ആക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങാൻ അതിൻ്റെ ഒരു ടിപ്പായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി എടുക്കേണ്ടവർക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ. അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. ഷോർട്ട് വീഡിയോയിൽ പൂരീൻ്റെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇഡ്ഡലീൻ്റെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അരയ്ക്കുന്ന സമയത്ത് ആദ്യം ഉഴുന്ന് അരച്ചിട്ട് എടുക്കുക, പിന്നെ അവസാനം അരി അരയ്ക്കുക. കാരണം നമുക്ക് മിക്സി ക്ലീൻ ആക്കാനും ഒക്കെ എളുപ്പം ഉഴുന്ന് ആദ്യം അരയ്ക്കുന്നത്. അതിൽ ഉഴുന്നിൻ്റെ കണ്ടൻറ്റ് ലാസ്റ്റ് വന്നിട്ട് അത് ക്ലീൻ ആക്കുന്നതിനേക്കാളും എളുപ്പമാണ് അരി അരച്ച് കഴിഞ്ഞിട്ട് ഉള്ള കഴുകൽ. അത് രണ്ടും തമ്മിൽ വ്യത്യാസം അത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയും. പ്രത്യേകിച്ച് ഉലുവ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉലുവ അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും മിക്സിയുടെ ജാറിലൊക്കെ. ഉഴുന്നിൻ്റെ കൂടെ ഉലുവ ഇട്ടിട്ട് അരയ്ക്കില്ലേ. അപ്പോൾ ആദ്യം ഉഴുന്ന് അരയ്ക്കുക, എന്നിട്ട് രണ്ടാമത് അരി അരയ്ക്കുക. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് അരച്ചാലും ഇഡ്ഡലി നന്നാവുകയൊക്കെ ചെയ്യും. ഞാൻ ഒരു ദിവസം 1-2 പ്രാവശ്യമൊക്കെ അങ്ങനെ മറന്നിട്ടൊക്കെ ചെയ്യും. ഒന്നിച്ചങ്ങ് ഇട്ടിട്ട് അങ്ങനെ അരച്ചാലും ഇഡ്ഡലി പൊങ്ങുകയൊക്കെ ചെയ്യും, നന്നായിട്ട് തന്നെ വരും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണെന്ന് മാത്രം. ഇഡ്ഡലി ശരിയാവാൻ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കാനുള്ളൂ. ഒന്ന് ഇതിൻ്റെ ക്വാളിറ്റി, ഉഴുന്നിൻ്റെ ക്വാളിറ്റി. നല്ല ഉഴുന്നാണെങ്കിൽ നല്ല ഇഡ്ഡലി കിട്ടും. പിന്നെ അതിൻ്റെ റേഷ്യോ, അരിയും ഉഴുന്നിൻ്റെയും റേഷ്യോ ആണ് കാര്യമായിട്ട് നോക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഉഴുന്ന് നന്നാവട്ടെ വെച്ചിട്ട് നല്ല ഉഴുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉഴുന്ന് അധികമായാലും ഇഡ്ഡലി നന്നാവില്ല, അതങ്ങോട്ട് പതിഞ്ഞ് പോവുകയുള്ളൂ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ. ഞാൻ ലാസ്റ്റ് അരയ്ക്കുന്ന സമയത്ത് ലാസ്റ്റ് മിക്സീൻ്റെ ജാറിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അങ്ങ് കറക്കിയെടുത്തിട്ട് ആ വെള്ളം ഇതിൽ എടുക്കാറുണ്ട്. അപ്പോൾ ആ മാവൊക്കെ ഇങ്ങനെ ശരിക്കും പോന്ന് കിട്ടുമല്ലോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ജാറ് കഴുകി വയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. അതിൽ കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ അടിക്കും. അപ്പോൾ അതിൻ്റെ ബ്ലേഡിൻ്റെ ഉള്ളിലത്തൊക്കെ മാവ് എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ക്ലീനായി കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെയാണ് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത് വയ്ക്കുക. പിന്നെ കുറേ പേര് ഈ മിക്സീനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രീതിയാണ്. അതും ഇതിന് മിക്സീൻ്റെ റിവ്യൂവും പിന്നെ ഏതാ ഒരു കാര്യമായിട്ട് എപ്പോഴും ചോദിക്കുന്നത് ഫ്രിഡ്ജ് ടൂർ. ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് വേറൊരു ദിവസം ഒരുമിച്ചങ്ങ് ചെയ്യാം, അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ പണികളൊന്നുമില്ല. ഇനിയിപ്പോൾ രാത്രിത്തെ ഫുഡ് എന്താ, ചോറ് തന്നെ. ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ.
ചിലപ്പോഴൊക്കെയാണ് ചോറല്ലാതെ വേറെ ചപ്പാത്തിയോ ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രാത്രിയിലേക്ക് ഉണ്ടാക്കുക. ഇനി വിളക്ക് കത്തിക്കണം. സൂര്യൻ അവിടെ വിളക്കൊക്കെ ക്ലീൻ ആക്കിയിട്ട് വിളക്ക് കത്തിക്കാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചായ കുടിച്ചിട്ടില്ല. ഇന്ന് സൂര്യൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ, എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അവൻ ഓറഞ്ചും പിന്നെ ബേക്കറിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ എടുത്ത് കഴിച്ചിട്ട് അവന് വിശപ്പില്ല. അപ്പോൾ പിന്നെ ചോറുണ്ണാൻ അങ്ങനെ അവന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി പറഞ്ഞപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറുണ്ടത്. പിന്നെ ചോറുണ്ട് ഈ നേരമായപ്പോഴും അങ്ങനെ ചായ കുടിക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇന്നിപ്പോൾ ചായക്ക് കഴിക്കാൻ അവന് പൂരി ഉണ്ട്, രാവിലത്തെ പൂരി മസാല ഉണ്ടല്ലോ, അതിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. രാവിലത്തെ ആ മസാലക്കറി ഞാൻ അതിൻ്റെ ചൂടാറിയപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിക്കാൻ നേരത്ത് കുറച്ച് നേരമായിട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് ഉപയോഗിക്കാറ്. ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന്. നന്നായിട്ട് ഇപ്പോൾ കറിയൊക്കെ ആണെങ്കിലും വീണ്ടും ചൂടാക്കിയിട്ടാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇത് കഴിക്കാൻ കൊണ്ടു കൊടുത്തപ്പോഴും അവൻ്റെ ചോദ്യം ഇതാണ്, അമ്മ ഇനിയിപ്പോൾ എന്താ നാളെയാണോ എനിക്ക് ഇനി മൈദയുടെ പൂരി ഉണ്ടാക്കി തരികയെന്ന്. ആട്ടോണ്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ രുചിക്കുറവൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവന് രുചി കൂടുതൽ തോന്നുന്നത് മൈദയുടെ ആയ കാരണമാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? ഇപ്പൊ തന്നെ എത്ര മിനിറ്റായി? 30 മിനിറ്റ് കൂടുതലായിട്ടാ. കുറേ സമയമുള്ള വീഡിയോ വേണമെന്ന് കുറേ പേര് പറയുന്ന കാരണമാണ് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് വലിയ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.